ചിന്തയ്ക്ക് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് റിമെയിൻ ഇൻ ഫസ്റ്റ് ലവ്. റിമെയിൻ ഇൻ ഫസ്റ്റ് ലവ്. ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുക. ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുക. സ്തോത്രം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹല്ലേലൂയ വേദഭാഗമാണ് ഈ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ടൈറ്റിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വാക്യം നമുക്കറിയാം, ആദ്യം സംസാരിക്കുന്നത് എഫേസോസ് അല്ലെ സഭയോടാണ്. റെവലേഷൻസ്, നമുക്ക് ആ വേദവാക്യം ഒന്ന് വായിക്കാം. റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 4 വായിച്ചാട്ടെ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. സ്തോത്രം. ഇവിടെ എഫേസോസ് സഭയോടാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഒരു കുറ്റമാണത്. ആദ്യ സ്നേഹം ഇപ്പോൾ തീരെ ഇല്ല എന്നല്ല പറഞ്ഞത്, മറിച്ച് നിൻ്റെ ആദ്യ സ്നേഹം വിട്ട് കളഞ്ഞിരിക്കുന്നു എന്ന ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് എഫേസോസ് സഭകളോട്. ആ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന എഫേസോസ് സഭയാണോ എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ആ ഏരിയകളിലുള്ള സഭകളുമായിട്ടാരും. കാരണം ഇത് റെവലേഷനിലാണ് പിന്നീട് ആ കാര്യം 7 സഭകൾ മാത്രം. അന്ന് 7 സഭകൾ മാത്രമല്ല, ഒരുപാട് ചർച്ചസ് ഉണ്ട്. എന്നാൽ ഓരോ കാറ്റഗറി തിരിച്ചാണ് ദൈവം അത് സംസാരിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞ കാര്യമാണ്, എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ഈ എഫേസ്യ സഭ അത് തുടങ്ങുന്നത് നമ്മുടെ അപ്പസ്തോലനായിരുന്ന പൗലോസ് തൻ്റെ 2ാം മിഷനറി യാത്രയിൽ ഓരോ സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു പോകുന്ന സമയത്ത് എഫേസോസ് എന്ന സ്ഥലമെത്തി. അവിടെ അക്വില പ്രിസില്ല എന്ന 2 പേരെ അവിടെ, യെസ് പ്രിസില്ല, യുവർ നെയിം, ഹല്ലേലൂയ, എ ഗുഡ് നെയിം, ഓക്കെ, യെസ്, അക്വില പ്രിസില്ല, അവരെ 2 പേരെയും അവിടെ ആക്കിയിട്ട് പോയി. അവരുടെ പ്രവർത്തനം മൂലമാണ് അവിടെ ഒരു സഭ ഉളവായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കുവാനായിട്ട്. അതിനുശേഷം പിന്നീട് അപ്പോസ്തലനായിരുന്ന പൗലോസ് തന്നെ അവിടെ 3 വർഷം അവിടെ പോയി അവരോട് കൂടെ നിന്ന് അവരെ വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് അതിനുശേഷം തിമോത്തിയോസിനെ, തൻ്റെ നിജപുത്രനായ തിമോത്തിയോസിനെ അവിടേക്ക് അയച്ച് 1.5 വർഷക്കാലം തിമോത്തിയോസ് അവിടെ ഈ സഭയുമായിട്ട് അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരെ ബലപ്പെടുത്തിയതായിട്ടൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അത്രമാത്രം നല്ല ഒരു ബേസ് കിട്ടിയ ഒരു സഭയാണ് ഈ എഫേസോസ് സഭ. അതുകൊണ്ട് തന്നെ അവരുടെ ക്രിസ്തുവിനോടുള്ള അവരുടെ ഫസ്റ്റ് ലവ്, ആദ്യ സ്നേഹം, അത് വളരെ ആഴമേറിയതായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട്. കാരണം അക്വില, പ്രിസില്ല, അതുപോലെ തന്നെ പൗലോസ്, അതുകൂടാതെ തിമോത്തിയോസ് ഒക്കെ നേരിട്ട് അവിടെ നിന്ന് അവരെ ബലപ്പെടുത്തുകയും വചനം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വളരെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അവർ നല്ല ബേസ് കിട്ടിയിട്ടുണ്ട്. അവർ കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്നവരായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. കാരണം പിന്നീട് റെവലേഷനിൽ ആ കാര്യം പറയുന്നുമുണ്ടല്ലോ. എന്നാൽ അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. അല്പം സ്നേഹം കുറഞ്ഞു എന്ന അർത്ഥത്തിലല്ല ഇവിടെ നിൻ്റെ ആദ്യ സ്നേഹം അത് വിട്ടുപോയിരിക്കുന്നു എന്ന് അവിടെ പറയുന്നത്. അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം. അതിൻ്റെ 5ാമത്തെ വാക്യം, അതിന് തൊട്ട് താഴെയുള്ള വാക്യം പറയുന്നത് ഇങ്ങനെയാണ്, വായിച്ചാട്ടെ. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അപ്പോൾ യു ഹാവ് ഫോളൺ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് നിൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിന് അല്പം വ്യത്യാസം വന്നു എന്ന രീതിയിലല്ല അവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ഫോളൺ. എന്നിട്ട് എന്താ പറയുക? നീ വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട്. അപ്പോൾ യു നീഡ് റിപ്പൻറ്റൻസ് ഓവർ ദിസ്. മാനസാന്തരപ്പെട്ട് പിന്നെയോ ആദ്യ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ. സോ യു ഹാവ് ബീൻ ഡൂയിങ് സംതിങ് ഇൻ ദ ബിഗിനിങ് ആൻഡ് നൗ യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. സോ യു ആർ ടോട്ടലി എവേ. നിൻ്റെ ആ സ്നേഹം, നമുക്കറിയാം, ഒരു മനുഷ്യൻ, നമുക്കുള്ള സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ അല്പം സ്നേഹം കുറവാണ്. 2 പ്രാവശ്യം ഫോൺ ചെയ്തില്ലേ നമ്മൾ പറയും, എന്താ സ്നേഹമൊക്കെ കുറഞ്ഞു പോയോ? അങ്ങനത്തെ ഒരു കുറവല്ല ഇവിടെ പറയുന്നത്. യു നീഡ് ടു റിപ്പൻറ്റ് ബിക്കോസ് യു ആർ നോട്ട് ഡൂയിങ് വാട്ട് യു യൂസ് ടു ഡു. അതുമാത്രവുമല്ല, യു ഹാവ് ഫോളൺ. ഓക്കെ, അടുത്തത്.
അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. നിന്റെ നിലവിളക്ക് അവിടെ അതിൻ്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ സീരിയസ് ഇഷ്യൂ ആണ്. നിന്റെ പ്രകാശത്തെ, നിന്റെ വെളിച്ചത്തെ ഞാൻ മാറ്റും എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവത്തോടെ ആ സഭ എടുക്കേണ്ട ഒരു വിഷയം. നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ സഭയെക്കുറിച്ച്, അല്ലേ? അവരുടെ ഹാർഡ് വർക്കിംഗ്, അവരുടെ പെർസിവറൻസ്, അതെല്ലാം വളരെ അവരുടെ വചനം, അവർ അതുപോലെ തന്നെ ദൈവ ഭക്തന്മാർ അല്ലെങ്കിൽ ദൈവദാസന്മാരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു കാര്യം, പക്ഷേ ആ ഒരു കാര്യം നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല, 6-7 നല്ല കാര്യങ്ങളുടെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യമാണോ? എന്നാൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം യു ഹാവ് ടു റിപ്പൻറ്റ് ആൻഡ് യു ഹാവ് ഫോളൺ ആൻഡ് യു ഹാവ് ടു ഡു ദ സെയിം വർക്ക് വാട്ട് യു യൂസ് ടു ഡു എന്ന് പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുകയാണ്. ഇനി നിൻ്റെ നിലവിളക്ക്, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിൻ്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ, നിലവിളക്ക് എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി റെപ്രസെൻ്റ് എ ചർച്ച് ഇറ്റ് സെൽഫ്. വായിച്ചാട്ടെ, റെവലേഷൻ 1:20. എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലവിളക്ക് 7 സഭകളാകുന്നു എന്ന് കൽപ്പിച്ചു. അപ്പോൾ 7 നിലവിളക്ക് 7 സഭകളാണ്. എന്ന് വെച്ചാൽ ഈ 7 സഭ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റയർ ചർച്ച്. അതിൽ 7 സഭകളിൽ നിൻ്റെ നിലവിളക്ക് മാറ്റും എന്ന് പറഞ്ഞാൽ ആ ചർച്ചിൻ്റെ പൊസിഷൻ തന്നെ ഞാൻ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് ആസ് എ ചർച്ച് വി നീഡ് ടു ബി വെരി റെസ്പോൺസിബിൾ. നമുക്ക് വളരെ, ഞാനിവിടെയുണ്ട് ശരിയാണ്, പക്ഷേ നമ്മെ ചില കാര്യങ്ങൾ ആസ് എ ചർച്ച് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ മാനസാന്തരപ്പെടാഞ്ഞാൽ എന്തു ചെയ്യും? ആ നിലവിളക്ക് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും, ആ പ്രകാശം മാറ്റും, ആ സഭ തന്നെ വളരെ പ്രയാസത്തിലാകും എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. സ്പിരിച്വൽ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവൻ്റെ സാന്നിധ്യം, നിലവിളക്ക് അല്ലേ, വെളിച്ചം, അവൻ്റെ പ്രകാശം, അവൻ്റെ സാന്നിധ്യം തന്നെ നഷ്ടപ്പെടും. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞിരിക്കുന്നത് നിന്നെക്കുറിച്ചുള്ള സാക്ഷ്യം, അവനെക്കുറിച്ച് ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹാർഡ് വർക്കിംഗ് ആണ്, പെർസിവറൻസ് ആണ്, എല്ലാം അല്ലേ, വളരെ നന്നായിട്ട് ഒരു ഈവിൾ തിങ്സിനെ വളരെ പെർഫെക്റ്റായിട്ട് ശോധന ചെയ്ത് അകറ്റി നിർത്തുന്ന, അങ്ങനെ പല കാര്യങ്ങളും ആ ചർച്ചിനെ കുറിച്ച് നന്നായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നിൻ്റെ സാക്ഷ്യം പിന്നെ ഇല്ലാതെയായിരിക്കും. സ്തോത്രം എന്ന് പറയുകയാണ്. നിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു പർപ്പസിൽ നിനക്കൊരു പൊസിഷനുണ്ട് അല്ലേ. ആ നിലവിളക്ക് ഞാൻ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റും എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ നിനക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനെ ഞാൻ എന്തോ ചെയ്യും? ഞാൻ അവിടെ നിന്ന് മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഹല്ലേലൂയ. ഇതൊരു ചർച്ചിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമുക്ക് നമ്മുടെ പേഴ്സണലി നമുക്ക് ഒരു ഫസ്റ്റ് ലവ്, ഇത് ചർച്ചായിട്ടല്ല ഞാൻ പറയുന്നത്, ഇൻഡിവിജ്വലി ആർക്കെങ്കിലും നമുക്ക് പെട്ടെന്ന് ഈ വാക്യം വായിക്കുമ്പോൾ നിൻ്റെ ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആദ്യ സ്നേഹത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കും അല്ലേ. നമ്മൾ എങ്ങനെയായിരുന്നു രക്ഷിക്കപ്പെട്ട സമയത്ത്, നമ്മൾ എങ്ങനെയായിരുന്നു കർത്താവിനോട് നടന്നത്, അങ്ങനെ ഒരു പക്ഷേ നമുക്കെല്ലാവർക്കും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല. എന്നാലേ ഞാൻ എൻ്റെ ജീവിതം ഞാൻ പറയാമല്ലോ, നിങ്ങളുടെ കാര്യം നിങ്ങൾ സമയം കിട്ടണമെങ്കിൽ എന്നോട് പറയണം കേട്ടോ. എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അതായത് ആദ്യ സ്നേഹം എന്ന് പറയാൻ തക്കവണ്ണം ഒരു ഡെഫിനിറ്റ് ഒരു ടൈം അങ്ങനെ എനിക്കില്ല. കാരണം ഞാൻ ഗ്രാജുവലി ദൈവവചനം അറിഞ്ഞ് അതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കി ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് അറിഞ്ഞു. അങ്ങനെ അതിൽ നിന്നും മുന്നോട്ട് വന്നിട്ട് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ ആഴം അറിയുകയൊക്കെ ചെയ്യുക. അങ്ങനെയാണ് വളർന്നു വന്നത്. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ആദ്യ സ്നേഹം ഇപ്പോൾ ഇല്ല, യു ലെഫ്റ്റ് ഇറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ എനിക്കത് ഗ്രഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വളരെ വളരെ സന്തോഷത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ആ സ്നേഹം എന്താണ് എന്ന് ഞാൻ
കഴിഞ്ഞ കാരണം നമ്മൾ ഈ ഗ്രാജുവലി നമ്മൾ ഈ പറയുന്നില്ല ഈ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ തവളേനിട്ട മാതിരി എന്ന് പറയുമ്പോൾ അതായത് പച്ചവെള്ളത്തിലിടും അപ്പോൾ തവളയ്ക്ക് നല്ല സുഖമാണ്, പിന്നെ അതിങ്ങനെ മെല്ലെ ചൂടാക്കി കൊണ്ടിരിക്കും, അങ്ങനെ അതിങ്ങനെ ചൂട് കയറി പിന്നെ അതിൻ്റെ പണി തീരും എന്ന് പറഞ്ഞ പോലെ ഗ്രാജുവലായിട്ട് ആകുന്നുണ്ട്. നമുക്ക് അറിയുന്നില്ല ദൈവത്തിൻ്റെ സ്നേഹം അത്രയും മനോഹരമാണ്, എന്നാൽ നമുക്കത് പലപ്പോഴും എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ കഴിഞ്ഞ ഞാൻ പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ലെങ്കിലും ചുരുക്കമായിട്ട് പറയാം. ഏകദേശം 23 ഡിസംബർ തൊട്ട് ഇത് എൻ്റെ പേഴ്സണലി ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള കാര്യമാണ്, വേറെ ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നുമല്ല. എന്നെ ദൈവം കടത്തിവിട്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ ഈ കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ അതിലൂടെ കടന്നുപോയി. ഏകദേശം ഒരു 42 ദിവസങ്ങൾ ഈ ഡിസംബർ 23 തുടങ്ങി ഞാൻ കടന്നുപോയി. വളരെയധികം ഒരു ചെറിയ കാര്യമാണ്, നിങ്ങൾക്കിത് കേട്ടാൽ ചിലപ്പോൾ ഒരുപാട് ചിരി വന്നേക്കും, പക്ഷേ ഒരു വളരെ ചെറിയ കാര്യമാണ്. പക്ഷേ എൻ്റെ ഉള്ളത്തിൽ അത് വളരെ 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 എന്നെ കോൺഷ്യസ് ആക്കിക്കൊണ്ടിരുന്ന ആ ഒരു വിഷയം വളരെയധികം. അങ്ങനെ ഞാൻ വളരെ ഭാരത്തിലായി, പ്രയാസത്തിലായി. ഒരു പക്ഷേ എൻ്റെ കുടുംബം പോലും അതേക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ട് അങ്ങനെ തന്നെ വിട്ടു, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയേണ്ട കാര്യമല്ല, പക്ഷേ എനിക്കൊരു വലിയ അനുഭവമായിരുന്നു ആ കാര്യം. അങ്ങനെ ഇത് ഇങ്ങനെ ദിവസങ്ങൾ പോകും തോറും എൻ്റെ ഉള്ളിൽ ഭയവും വളരെയധികം ഒരു പ്രയാസവും നിരാശയും ഒക്കെ വന്നു കൂടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ കണക്ക് കൂട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം ഇരുന്ന് എത്ര ദിവസം ഉണ്ടായിരുന്നു കണക്ക് കൂട്ടി. അങ്ങനെ 42 ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പക്ഷേ എൻ്റെ മനസ്സ് ഞാൻ ഇതുവരെയും അനുഭവിക്കാത്ത ഒരു വേദന എൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെ വന്ന് വളരെ വേദനയായി. ഞാനിങ്ങനെ എങ്ങനെ പോകുന്നിടത്ത് ജോലിക്ക് പോകുമ്പോഴും ഒക്കെ ഞാനത് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ ഒരു സപ്ലയറുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം എനിക്കൊരു സാധനം കിട്ടാനുണ്ട്, അത് കിട്ടാൻ അല്പം ടൈം എടുത്തു. അപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്കുള്ള ഈ വേദന അത് എന്താണ് എന്ന് ഞാനൊക്കെ ഒരു സെർച്ച് നടത്തി. അവിടെ ഇരുന്നിട്ട് ഞാൻ നിൽക്കുന്ന പൊസിഷൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഞാൻ നിൽക്കുമ്പോൾ ശരിയാണ്, ഞാനിപ്പോൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എക്സാക്ട്ലി അത് തന്നെയാണ്, ആ പ്രയാസം തന്നെയാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാൻ ആകെ പ്രയാസത്തിലായി. എന്നാലേ അതിൻ്റെ ഒടുവ് ഒരു ഭാഗം ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതൊരു ചെറിയൊരു കാര്യമാണെങ്കിലും എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി. എ ബിഗ് ഇഷ്യൂ. എനിക്കതിൽ നിന്ന് വിടുതൽ പറ്റില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൽ നിന്ന് ഇത് എൻ്റെ പേഴ്സണലാണ്, ആരുമായിട്ട് ബന്ധപ്പെട്ടതുമല്ല. അപ്പം അതുകൊണ്ട് എനിക്കിതിൽ നിന്ന് എന്നെ വിടുവിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ആ ചെറിയ കാര്യം അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ടു മീ ഇറ്റ് വാസ് സോ ഗ്രേറ്റ്, സോ ബിഗ് ഇറ്റ് ഹാസ് ബിക്കം. അങ്ങനെ 29 ജനുവരി 28, 29 അങ്ങനെ ആ 2 ദിവസങ്ങളിൽ ഒരു ദിവസമാണ് ഞാൻ ആ സപ്ലൈ എടുത്തത്. പെട്ടെന്ന് ഞാൻ അതേക്കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ എൻ്റെ വേദന അപ്പോൾ എനിക്ക് കൺഫേമായി എൻ്റെ വേദന അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല, എനിക്കും മാറ്റാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ആയിരിക്കുന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ എന്നാൽ ആ സെർച്ച് നടത്തി അതിൻ്റെ ഒടുവ് ഒരു കാര്യം അവിടെ പറഞ്ഞിങ്ങനെയാണ്, എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തം ഇതിൽ നിന്ന് സകലത്തിൽ നിന്നും വിടുതൽ തരുന്നു എന്നൊരു വാക്ക് ഏറ്റവും ഒടുവിൽ പറഞ്ഞു. ഞാൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളാണ്, നിങ്ങളുടെ ലീഡറാണ്, പാസ്റ്ററാണ്, പക്ഷേ അതുപോലെ ഇതുവരെയും എന്നോട് സംസാരിച്ചിട്ടില്ല. അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ ഈ ഒരു വിഷയത്തിൻ്റെ മേലെ എനിക്ക് ജയം തരുവാനായിട്ട് ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് യേശുവാണ്. ഇന്ന് നമ്മൾ പാട്ടുപാടി കുഞ്ഞാടിൻ അല്ലേ രക്തത്താൽ ആ ലഭിച്ചതായ ആ സൗഖ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചിന്തിച്ചു, ശരിയാണ്, ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാനായിട്ട് വേറെ ആരുമില്ല, യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവൻ ആരാധിക്കപ്പെടുന്നത്, അതുകൊണ്ടാണ് സകല മുഴങ്കാലും മടങ്ങുമെന്ന് പറയുന്നത്. വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ആ ഒരു കാര്യം എൻ്റെ യേശു എനിക്ക് വേണ്ടി ചെയ്തു എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ആ സമയത്ത് എൻ്റെ ഉള്ളിലത് വരുവാനിടയായി തീർന്നു. അന്നേരമാണ് എനിക്കൊരു ആശ്വാസം കിട്ടുന്നത്. ഹല്ലേലൂയ. അതിനുശേഷമാണ് നമ്മുടെ ഫാസ്റ്റിംഗ് പ്രയർ. ഞാനിവിടെ ആയിരിക്കുന്ന സമയത്തിലെല്ലാം ഞാൻ വളരെ ആഴത്തിൽ ദൈവവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലായിരുന്നു. ആ സമയങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ഫെബ്രുവരി 3 ആ ദിവസം ഒരു ചെറിയൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഇതുവരെ ഉണ്ടായിരുന്ന ആ പ്രോബ്ലത്തിന്
ആ ഒരു വിഷയത്തിന് ടോട്ടൽ ഒരു എന്താ പറയുക 100% അതിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ ഇടയായി തീർന്നു. പക്ഷേ ആ 28-29 ദിവസം അത് ക്രിസ്തുവിൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ ഒറ്റ കാര്യം എൻ്റെ ജീവിതത്തിലെ ക്രിസ്തുവിനോടുള്ള സ്നേഹം അത് ഏറ്റവും അധികം വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, ചർച്ചിന് വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ അഡ്വൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ചിലേക്ക് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ, ഒറ്റ കാര്യമുള്ളൂ, എൻ്റെ കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. ഇതുവരെയും അങ്ങനെ ആയിരുന്നു, പക്ഷെ അതിൻ്റെ തീഷ്ണത എനിക്കറിയത്തില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് അത് വളരെ 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 വലുതാണ്. എനിക്ക് എൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹം. ഇനി എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാൽ, എന്നെ ഈ 42 ദിവസവും എന്നോട് ഇൻ്റർഫിയർ ചെയ്ത് എന്നോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. ഹല്ലേലൂയ. ഞാൻ ആ പരിശുദ്ധാത്മാവിനായിട്ട് നന്ദി പറയുകയാണ്. ദ ഹെൽപ്പർ, ഏറ്റവും അടുത്ത സഹായകനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഹല്ലേലൂയ, ഇന്ന് എനിക്ക് ആ ഒരു സ്നേഹമെന്ന് പറയുന്നത്, ഇനി ഈ സ്നേഹത്തിൽ നിന്ന് മാറാൻ എന്നെ അനുവദിക്കല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എനിക്കത് എന്നോട് എപ്പോഴും നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് ആരെ പിടിക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കും. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം ഇതാണ്, ആദ്യ സ്നേഹം എന്ന് പറഞ്ഞ ഒന്നുണ്ടെങ്കിൽ അത് ഞാൻ ഈ കഴിഞ്ഞ ആ 42 ദിവസത്തിനുള്ളിൽ അത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത 28 മുതൽ 3 വരെയുള്ള ഫെബ്രുവരി 3 വരെയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടോ എന്തൊക്കെ നടന്നു ഈ ദിവസങ്ങളിലൊക്കെ? ആരും ഒന്നും ചിന്തിക്കേണ്ട, ആർക്കും കിട്ടത്തില്ല. ഹല്ലേലൂയ. ഇത് ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. എന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ആ യേശുവിനോടുള്ള സ്നേഹം ഹല്ലേലൂയ, അത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതിനേക്കാളും അപ്പുറമായിട്ട് വളരുവാൻ എനിക്ക് കഴിഞ്ഞു. അതിൻ്റെ സഹായി പരിശുദ്ധാത്മാവ് മാത്രം. ഹല്ലേലൂയ. എത്ര പേര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നുണ്ട്? എത്ര പേര് ദൈവത്തെ ആഴത്തിൽ സ്നേഹിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്? ഹല്ലേലൂയ. അവൻ യോഗ്യൻ, അവൻ്റെ നാമം മാത്രം ഉയർത്തപ്പെടും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ആ ഒരു സ്നേഹം അതൊരു വ്യക്തിപരമായൊരു സ്നേഹമാണ്. എന്നാൽ അത് എന്നും നിലനിൽക്കണമെന്ന് എൻ്റെ പ്രാർത്ഥന. ഇനി എപ്പോഴും പരിശുദ്ധാത്മാവിനോട് ചോദിക്കും, ആ സ്നേഹത്തിൽ നിന്ന് ഒരു അല്പം മാറുന്ന എന്തെങ്കിലും ഹല്ലേലൂയ കണ്ടാൽ എൻ്റെ മുന്നിലുണ്ടെങ്കിൽ മാറ്റി നിർത്തണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അത്രയും വലിയൊരു സഹായി കൂടെയുണ്ട് നമുക്ക് എല്ലാവർക്കും. സ്തോത്രം. മറ്റു പലയിടത്തും കേട്ടിട്ടുള്ള പോലത്തെ ഒരു സാക്ഷ്യമായിരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തെ അനുഭവിച്ചു. ഞാൻ അവനെ അത്രമാത്രം സ്നേഹിച്ചു. കാരണം എനിക്കൊരു കാര്യം ബോധ്യമായി, ഈ ലോകത്തിലെ ഒരു മനുഷ്യനും സാധിക്കാത്തതിന് സാധിച്ചവനാണ് ദൈവം, യേശു. അപ്പോൾ പിതാവിനോടുള്ള സ്നേഹം കൂടി. കാരണം ലോകത്തെ സ്നേഹിച്ച് തൻ്റെ ഓമന പുത്രനെ തന്നു എന്നുള്ള ജോൺ 3:16 എൻ്റെ ജീവിതത്തിൽ അത് എൻ്റെ പിതാവിനോട്, എൻ്റെ അപ്പനോടുള്ള സ്നേഹം. മാത്രമല്ല എന്നെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയുള്ള അനുഭവം ഉണ്ടാകട്ടെ. യേശുവുമായുള്ള ആഴമേറിയ ബന്ധമുണ്ടാകട്ടെ. ചെയ്യുന്നതെല്ലാം അത് മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുവാൻ കൃപ ദൈവം തരട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ നമ്മൾ ചെയ്യുന്നത് തൊടുന്നതൊക്കെ അവൻ്റെ നാമത്തിന് വേണ്ടിയായിരിക്കും, അവൻ്റെ ഹല്ലേലൂയ പുകഴ്ചയ്ക്കായിരിക്കും, അവനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ എസ് എ ചർച്ച്, എഫേസ്യ സഭയ്ക്ക് പോകുമ്പോൾ എന്താണ് അവർക്ക് പറ്റിയത്? അവരുടെ ആദ്യ സ്നേഹം, ഞാനീ പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല കേട്ടോ, ഒരു സഭയായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു സ്നേഹമുണ്ട് യേശുവിനോട്. അതിന് ഞാൻ വിചാരിച്ചാൽ മാത്രം നടക്കത്തില്ല. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ആ സ്നേഹം യേശുവിനോട് ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ സഭയോട് യേശുവിനോടുള്ള സ്നേഹം കുറഞ്ഞുപോയി എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അതുകൊണ്ട് വി ആർ ഓൾ റെസ്പോൺസിബിൾ ആ സ്നേഹം യേശുവുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുവാനായിട്ട് എല്ലാവരും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ 1 തിമോത്തിയോസ് വായിച്ചാട്ടെ, 1:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഈ എഫേസ്യ സഭയെക്കുറിച്ച് കുറച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല തങ്ങൾക്ക് മാത്രം ഉതകുന്ന കേട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടത്. അപ്പോൾ ചിലരോട് ചില കാര്യങ്ങൾ, അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ കടന്നുകൂടിയത് കൊണ്ടാണ് ആയിരിക്കാം ഈ സഭ ഇങ്ങനെ ആദ്യ സ്നേഹത്തിൽ നിന്ന് പോയിരിക്കുന്നു. അത് കർത്താവ് പറഞ്ഞതുകൊണ്ട് പോയി എന്നുള്ളത് വാസ്തവമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. വാട്ട് ഹാപ്പൻ ടു ദ ചർച്ച്?
ഇവിടെ പറയുന്നു എന്താണ് അന്യത അപ്പോൾ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന വ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ, അന്തമില്ലാത്ത വംശാവലിയിൽ ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കണം എന്ന് പറയുകയാണ്. സ്തോത്രം. അപ്പോൾ അത് പറയുന്നതിൻ്റെ കാരണം ഇതാണ്, അവിടുത്തെ ഗോസ്പൽ ഉണ്ട്, ഗോസ്പൽ പറയുന്നുണ്ട്, പക്ഷേ അത് അല്പം മാറിയിട്ടാണ് അവിടെ പറയുന്നത്. ഈ അന്തമായ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അന്തമില്ലാത്ത വംശാവലി, പിന്നെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ. അപ്പോൾ ഇത് എവിടെയാണ് നടക്കുന്നത്? അതിൻ്റെ അടുത്ത വാക്യം വായിച്ചാട്ടെ. നീ എഫെസോസിൽ താമസിക്കണം. അപ്പോൾ ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിച്ച് എന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. അപ്പൊ ഇപ്പോഴും ചെയ്യും. അപ്പൊ മുന്നേ ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, അതുപോലെ ഇപ്പോൾ. കാരണം ഈ സഭ അവിടെ നിന്ന് മാറി ഇപ്പോൾ വന്നിരിക്കുന്ന ചില വിഷയങ്ങൾ എന്താണ്, 2-3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, അവരെന്തു പറ്റി, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ, അതുമായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒന്ന്, അന്തമില്ലാത്ത വംശാവലി എന്ന് പറയുന്നു. ഈ മറ്റേ എന്താ പറയുക, തർക്കങ്ങൾക്ക് മാത്രം ഉള്ള ഉതകുന്ന കെട്ടുകഥ എന്ന് പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ ഗോസ്പലിൻ്റെ സത്യത്തിൽ നിന്നും മാറിയിട്ടുള്ള ചിന്തകൾ, ഗോസ്പലിൻ്റെതായ ഒരു ട്രൂത്തുണ്ട്, ആ ട്രൂത്തിൽ നിന്നും വിട്ടിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രവുമല്ല ഹ്യൂമൻ ഐഡിയാസ് ചർച്ചിന് വരുന്ന വിഷയങ്ങളാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ഗോസ്പലിൻ്റെ എക്സാക്റ്റ് സത്യത്തിൽ നിന്നും മാറിക്കൊണ്ടുള്ള ചിന്തകൾ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹ്യൂമൻ ഐഡിയാസ്, ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഐഡിയകളും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ചേർത്ത് കൊണ്ടുവരുന്നു. നോക്കണേ, ദൈവത്തിന് യേശുവിനോട് സഭയായിട്ടുള്ള ഒരു സ്നേഹം, ഇതൊക്കെ അതിന് തടസ്സമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് സ്ക്രിപ്ചർ കൊണ്ട് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. ഉള്ളതുപോലെ നമ്മൾ സിമ്പിളാണ്, നമുക്കത് മനസ്സിലാക്കി ഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നു. ഇതിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നത് അന്തമില്ലാത്ത വംശാവലി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് ജൂയിഷ് മിത്സ് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള സ്പെക്കുലേഷൻസ് ഉണ്ട്, അത് കാണിച്ച് പറയുന്നു. പിന്നെ ഫോക്കസ് വന്നിട്ട് ഫാമിലീസ്, അതായത് അവരുടെ എന്താ പറയുന്നത്, സ്പിരിച്വൽ സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ച താഴ്ചകൾ കാണിക്കാനായിട്ട് ഫാമിലി റിലേഷൻസ് അവർ എടുത്ത് കാണിക്കുന്നു. ഇതൊക്കെയാണ് അവരുടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിൻ്റെ സെർച്ച് നടത്തിയപ്പോൾ കിട്ടിയതാണ്. അതുപോലെ തന്നെ മാൻ മെയ്ഡ് ട്രഡീഷൻസ്, നിങ്ങളുടെ പാരമ്പര്യങ്ങൾ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞ് ദൈവവചനം നമ്മൾ ഗ്രഹിച്ച് ചെയ്യുന്നതിന് പകരം, അതിൻ്റെ സത്യത്തിൽ നിൽക്കുന്നതിന് പകരം പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്ന് എല്ലാം കൂടെ ചർച്ചിലിട്ടിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ചർച്ചിൽ അത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കണം എന്ത് ഇവിടെ എഫേസോസിനെ കുറിച്ച് പറയുകയാണ്. അല്ലേ, യേശു പറഞ്ഞു നിൻ്റെ ആദ്യ സ്നേഹം അത് മാറിയിരിക്കുന്നു. ഇവിടെ തിമോത്തിയോസിനോട് പറയുകയാണ്, നീ എഫേസോസിൽ താമസിച്ച് ഇങ്ങനെ ചെയ്യണം എന്ന് അവരെ ഉപദേശിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറയണം. അവിടെ എങ്ങനെയാണിത് വന്നേ എന്നുള്ളത് ഒരു ചിന്ത വരുന്നത് ഇവിടെയാണ്. നമുക്ക് അതൊന്ന് വായിക്കാം. അതായത് വായിച്ചാട്ടെ, അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിപ്പാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നതിൻ്റെ കാരണം ഇതാകാം. അവിടെ ഈ എഫേസു സഭയ്ക്ക് പറ്റിയ ഒരു വിഷയത്തെക്കുറിച്ച് ആദ്യം തിമോത്തിയോസിനോട് നീ അവിടെ വേണമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന 2 വ്യക്തികളെ കാണിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നു കാണാം എന്ന് പറഞ്ഞ് എന്തുണ്ടാകുന്നു, അവനെ ഉപദേശിക്കുകയാണ്, തിമോത്തിയോസിനെ ഉപദേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ ഇത് എന്തുണ്ടായി കാണാം, ആ ചർച്ചിൽ
പ്രയാസങ്ങളും അല്ലെങ്കിൽ ഡിവിഷൻസോ അല്ലെങ്കിൽ ഒക്കെ വന്നു ആയിരിക്കാം, നമുക്കത് ഉദ്ദേശിച്ച് അത് ഇതാണ് കാരണമെന്ന് എക്സാക്റ്റ് പറയുന്നില്ല. പക്ഷേ അവിടെ നിന്ന് വായിച്ച് നമ്മൾ താഴോട്ട് വരുമ്പോൾ ഇവരെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ പറ്റിയത് ഇതാണ്, നല്ല മനസാക്ഷി, ഗുഡ് കോൺഷ്യൻസ് എന്ന് പറയുന്നൊരു പദം പലപ്പോഴായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അല്ലേ, തിമോത്തിയോസിനോട് എന്താ പറഞ്ഞത് 18-ാം വാക്യത്തിലെ, മകനെ തിമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായിരുന്ന പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഈ ആജ്ഞ ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും ഫെയ്ത്ത് ആൻഡ് നല്ല മനസാക്ഷി ഉള്ളവനായി അവയെ അനുസരിച്ച് യുദ്ധം. അപ്പോൾ നമുക്കൊരു ഗുഡ് കോൺഷ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്, നമുക്കെല്ലാവർക്കും ആവശ്യമുണ്ട് ഗുഡ് കോൺഷ്യൻസ്. പക്ഷേ ഈ സഭ പിന്നീട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സഭ വളരെയധികം ടെസ്റ്റ് ചെയ്തു. നമ്മൾ വായിക്കുകയാണെങ്കിൽ പറയാം അവൻ്റെ ഹാർഡ് വർക്കിങ്. എഫേസ്യ സഭയ്ക്ക് റെവലേഷനിൽ ദൂത് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനത് നീ എങ്ങനെ ചെയ്തെന്നും ഒക്കെ ഞാൻ നന്നായിട്ട് അറിയുന്നു. അതുപോലെ തന്നെ പെർസിവറൻസ്, അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു എന്താണ്, നീ ഈവിൾ മെന്നെ നീ ടോളറേറ്റ് ചെയ്യത്തില്ല, നീ വളരെ ശക്തമായിട്ട് അവർ എതിർ നിൽക്കുന്നു. പക്ഷേ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഹാർഡ് വർക്കുണ്ട്. അവർ വാട്ട് ഈസ് ഹാപ്പനിങ്? ചർച്ച് ഈസ് റണ്ണിങ്, ആക്ടിവിറ്റീസ് ആർ റണ്ണിങ്. പക്ഷേ ദൈവസ്നേഹം ഇല്ല, ദൈവത്തിൻ്റെ സ്നേഹം ഇല്ല. നമുക്ക് നമ്മുടെ ചർച്ച് എങ്ങനെ വേണം? all of us are responsible to have that first love. ഒരാൾ മാത്രം ചിന്തിച്ചാൽ ലഭിക്കുന്ന ഒരു കാര്യമല്ല. നമ്മളെല്ലാവരും ഈക്വലി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫസ്റ്റ് ലവ്. അത് കീപ്പ് ചെയ്യണം എന്നുള്ളത്. അത് കീപ്പ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ ആ ദൈവ സാന്നിധ്യം തന്നെ നഷ്ടപ്പെടും. ഹാർഡ് വർക്കിംഗ് ഉണ്ട്, ആക്ടിവിറ്റീസ് ഉണ്ട്, ഈവൻ വചനം നന്നായി പ്രസംഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. പക്ഷേ യേശുവിനോടുള്ള സ്നേഹം അത് അവിടെ തെളിഞ്ഞു വരുന്നില്ല എങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവനും വൃഥാവായി പോകും. കാരണം ഈ വിൽ ടേക്ക് ദ ലാംപ് സ്റ്റാൻഡ് ആൻഡ് മൂവ് എവേ എന്ന് വെച്ചാൽ 7 സഭകളിലുള്ള 7 സ്റ്റാൻഡിനെ അതിനെ തന്നെ മാറ്റി നിർത്തുവാൻ തക്കവണ്ണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വളരെ റെസ്പോൺസിബിൾ ആയിരിക്കണം. അപ്പോൾ ഗുഡ് കോൺഷ്യൻസ്. ഇനി ഞാൻ നമ്മുടെ ചിന്തയെ അല്പം വാക്യങ്ങളിലേക്ക്, അതായത് എഫേസ്യർക്ക് ലേഖനം, അവരോട് തന്നെ അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത് അത് മാത്രം ചിന്തിച്ച് പ്രാർത്ഥിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് വായിക്കാം എഫേസ്യർക്ക് ലേഖനം 1-ാം അധ്യായം. അതിൻ്റെ വായിച്ചാട്ടെ, അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. അപ്പോൾ എഫേസ്യോസ് ഈ ലെറ്റർ എഴുതുന്നത്, എഫേസ്യോസിലുള്ളവർക്ക് ഈ ലെറ്റർ എഴുതുന്നത് പ്രബോധിപ്പിച്ചുകൊണ്ടാണ്. എങ്ങനെ? താൻ 2-ാം മിഷണറി യാത്രയിൽ അക്വില, പ്രിസില്ല അവരാൽ സ്ഥാപിക്കപ്പെട്ട ചർച്ച് മുന്നോട്ട് 3 വർഷക്കാലം താൻ തന്നെ അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് അവരെ വളർത്തിയെടുത്തതാണ്. അത് കഴിഞ്ഞ് അതിന് ശേഷമുണ്ടായതാണ് തിമോത്തിയോസ് 1.5 വർഷക്കാലം അവിടെ പോയി തിമോത്തിയോസിനെ അഡ്വൈസ് ചെയ്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യിച്ചു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ റോമൻ കാരാഗൃഹത്തിൽ ഇരിക്കുന്ന അപ്പസ്തോലനായിരുന്ന പൗലോസ് അവരെക്കുറിച്ചുള്ള വ്യാധി അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ, അവരെക്കുറിച്ച് നന്നായി വരണമെന്നുള്ള ആഗ്രഹങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഈ കാരാഗ്രഹത്തിലിരുന്ന് എഴുതുകയാണ്. എഴുതി പലരുടെയും കയ്യിൽ കൊടുത്തയക്കുന്ന ഒരു ലെറ്ററാണ് എഫേസ്യർക്ക് ലേഖനം. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 3-4 വാക്യങ്ങൾ. വായിച്ചട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഓക്കെ, അവൻ നമുക്ക് സകല ആത്മീയ അനുഗ്രഹങ്ങളും അവൻ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് താഴെ പറയുന്നുണ്ട്. ശരി, അടുത്ത വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. അപ്പോൾ ഈ സഭയോട് അപ്പോസ്തലനായിരുന്ന പൗലോസ് ഇത് എഴുതുന്നത് AD 66, 68 ആ സമയങ്ങളിലാണ്. AD ഏകദേശം 90 സമയത്താണ് റെവലേഷനിൽ സംസാരിക്കുന്നത്.
അപ്പസ്വലനായിരുന്ന യോഹന്നാനോട് സംസാരിക്കുന്നത്, വീണ്ടും നിങ്ങൾ മാറണമെന്ന്. അപ്പോൾ ഇവിടെ പൗലോസ് ഇത്രയൊക്കെ കടന്നുപോയിട്ടും അവരുടെ പ്രയാസം, അവർ കടന്നുപോയതിൽ വ്യത്യാസമുണ്ട്, അവർക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലായി ബോധ്യപ്പെട്ടത് കൊണ്ടാണ് പൗലോസ് തന്നെ വളരെ എഫേർട്ട് എടുത്തിട്ട് ഇത് ചെയ്യുന്നത്. വീണ്ടും കാരാഗ്രഹത്തിലായിരിക്കുമ്പോഴും അത് എഴുതുന്നതിൻ്റെ കാരണം ഇതാണ്. കാരണം ഇവർ ആ സ്നേഹത്തിൽ നിലനിൽക്കണം, അല്ലേ? അപ്പോൾ അത് പിന്നീടും AD 90 ആയിരിക്കണം യോഹന്നാനോട് ദൈവം പത്മോസ് സംസാരിക്കുമ്പോൾ പറയുകയാണ്, നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയി, നീ വീണ്ടും അത് കറക്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ സഭയാണ്, പക്ഷേ നിന്നെ ഞാൻ മാറ്റിക്കളയും എന്ന് പറയുന്ന പദങ്ങളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ അനുസരിച്ച് എന്താണ്, തൻ്റെ നിഷ്കളങ്കരും വിശുദ്ധരുമാകേണ്ടതിന് അവൻ എന്തിനാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും, പലപ്പോഴും നമ്മൾ അതേക്കുറിച്ചൊന്നും പറയാനാകും, നമുക്ക് ചർച്ച ആവണം, മുന്നോട്ട് പോകണം, ആക്ടിവിറ്റികൾ കുറേ വേണം, എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണം, അല്ലെങ്കിൽ യെസ് വി നീഡ് ടു ഗെറ്റ് സ്പ്രെഡ്. പക്ഷേ ദ കണ്ടൻറ്റ്, ദ ആദ്യ സ്നേഹം, അതിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളിത് ചെയ്യുന്നതെല്ലാം. ഇവിടെ പറയുന്നു നിഷ്കളങ്കർ. എന്തിനു വേണ്ടിയാണ്? പർപ്പസാണ് പറയുന്നത്. എല്ലാ അനുഗ്രഹങ്ങളാലും നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. വെരി ഗുഡ്, വെരി ഇൻട്രസ്റ്റിംഗ്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ അവനിൽ തിരഞ്ഞെടുത്തു. അപ്പം നമ്മെ തിരഞ്ഞെടുത്തത്, യെസ്, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സാക്ഷ്യം പറയണം, നമ്മൾ ദൈവത്തെ നാമത്തെ ഉയർത്തണം, എല്ലാം ഉണ്ട്, നിത്യജീവൻ കിട്ടണം. പക്ഷേ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ളൊരു ഉദ്ദേശം പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും അറിയാം, യേശുവിനെ പോലെ ആകാനാണ്, അല്ലേ? അതിൽ എങ്ങനെയാണ്? നിഷ്കളങ്കരും വിശുദ്ധരും ആയിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുന്നമേ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിക്കുന്ന തിരഞ്ഞെടുത്ത കർത്താവ് ആദ്യം ചിന്തിക്കുന്നത് ഇതാണ്, നീ വിശുദ്ധനും നിഷ്കളങ്കനുമാണോ? ഞാൻ അതിനു വേണ്ടിയാ വളരെ പ്രസംഗിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ എന്താണ്, നീ വിശുദ്ധനും നിഷ്കളങ്കനുമാണോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉദ്ദേശം എന്താണ്? നമ്മൾ ഈ നിഷ്കളങ്കനാകണം അല്ലെങ്കിൽ വിശുദ്ധനാകണം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ എല്ലാ വാക്യങ്ങളും വായിക്കുന്നില്ല, എന്നാൽ താഴോട്ട് വായിച്ചുമ്പോൾ അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം. അപ്പോൾ മുൻനിയമം, നമ്മൾ ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ആ തിരഞ്ഞെടുക്കുമ്പോൾ അവനൊരു നോട്ടമുണ്ടായിരുന്നു, അവനൊരു ഉദ്ദേശമുണ്ടായിരുന്നു. എന്തിനാണ് നമ്മളെയൊക്കെ വിളിച്ചത്? കത്തോലിക്ക അല്ലെങ്കിൽ മർത്തോമ, CSI അല്ലെങ്കിൽ ഹിന്ദുയിസ്, ഇതൊക്കെ വന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? എന്തിനു വേണ്ടിയാണ്? ഒരു ചർച്ച ആയിട്ട് ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകാൻ. യെസ്, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. വിശുദ്ധരും നിഷ്കളങ്കരുമായ ചിലരെ കിട്ടണം. ആമേൻ. എന്നിട്ട് എന്ത് വേണം? ഇതിൻ്റെ ഉദ്ദേശം പറയുന്നുണ്ട്. അതിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ അവരോട് അറിയിച്ചു. തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം എന്ന് പറയുമ്പോൾ ഇതേപ്പറ്റി പല കാര്യങ്ങളുണ്ടാകാം, ബട്ട് ദിസ് ഈസ് ദ കോർ, അല്ലേ? മർമ്മം എന്ന് പറയുമ്പോൾ തൻ്റെ ഇഷ്ടത്തിൻ്റെ ഏറ്റവും ആ സാന്ദ്രത ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. എന്താണത്? അത് 1:10. അത് സ്വർഗത്തിലും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. അപ്പം മർമ്മം എന്ന് ക്രിസ്തുവിൽ എല്ലാം എന്ത് ചെയ്യണം? ഒന്നായി ചേർക്കുക എന്നുള്ളതാണ്. ഒന്നായി ചേർക്കുക. അപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ക്രിസ്തുവിനോടുള്ള ആ സ്നേഹം, എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും നമ്മളവിടെ കാണണം. ചിലപ്പോൾ എളുപ്പമായിരിക്കാം, ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ വളരെ ഫേമസ് ആയിരിക്കും, അല്ലെങ്കിൽ ആരും കാണാത്തതായിരിക്കാം. വാട്ട് എവർ വി ഡു, ലെറ്റ് us ഡു ഇറ്റ് ക്രൈസ്റ്റ് ഇൻ മൈൻഡ്. ക്രിസ്തുവിലേക്ക് എല്ലാം നടത്തുക. ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഞാൻ നിഷ്കളങ്കനും വിശുദ്ധനുമായിട്ട് ക്രിസ്തുവിലേക്ക് എല്ലാത്തിനെയും കൂട്ടിച്ചേർക്കുന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി, ആഴമേറിയ പദ്ധതി, ആ പദ്ധതിയിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവമക്കളെ, ചർച്ച് വിൽ ബി ദ ചർച്ച്. ഹല്ലേലൂയ. നമ്മൾ ഒരാളെ കാണുമ്പോൾ, ഒരാളെ ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവരെ സഹകരിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ, പാടുമ്പോൾ, അല്ലെങ്കിൽ എല്ലാം നമ്മൾ കാണേണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ യേശു. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ യേശു. എന്നെ വേറെ ആർക്കും
വിടുവിക്കാൻ കഴിയാത്തിടത്ത് നിന്ന്, വേറെ ആർക്കും സഹായിപ്പാൻ കഴിയാത്തിടത്ത് എന്നെ സഹായിച്ചിരുന്നു. നമുക്ക് പലപ്പോഴും കാണാൻ ബുദ്ധിമുട്ടാണത്. നമ്മുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് സഹായം, എൻ്റെ ബോസ് പൈസ തരുന്നു, അല്ലെങ്കിൽ അല്ലേ ഹോസ്പിറ്റലിൽ അവർ മരുന്ന് തരുന്നു, എനിക്ക് സൗഖ്യം കിട്ടുന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പലതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ലോകത്തിൽ ഇങ്ങനെ നടക്കുന്നു. പക്ഷേ എൻ്റെ കർത്താവാണ് എല്ലാം എന്ന് ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു എല്ലാം ക്രിസ്തുവിൽ ഒന്നായി കാണണം. സ്തോത്രം. ഒന്നായി കാണണം. നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. നാം ചേർന്ന് ഒന്നായി കാണണം. അങ്ങനെയുള്ള ഒരു സഭയെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയിട്ടാണ് എന്ത് യേശു ലോകത്തിൻ്റെ ആരംഭത്തിന് മുന്നമേ എന്നെ നിങ്ങളെ വിളിച്ചത്. അവൻ്റെ ആ ഉദ്ദേശത്തിൻ്റെ മർമ്മം ഇതാണ്: ക്രിസ്തുവിൽ എല്ലാം ഒന്നാക്കണം. ക്രിസ്തുവിലെല്ലാം ഒന്നാക്കണം. ഇനി സ്തോത്രം, ഈ ഒന്നാക്കുക എന്ന് പറയുമ്പോൾ തന്നെ സ്തോത്രം, ഹല്ലേലൂയ, നമുക്ക് എങ്ങനെയാണ് അതിനെ, നമ്മിലുള്ള സ്നേഹത്തെ നമ്മിൽ കാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ പരിപാലിക്കുന്നത്, സൂക്ഷിക്കുന്നത് എങ്ങനെയാണ് എന്നുകൂടെ നമുക്ക് ചിന്തിക്കാം. 1:13-14 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പ് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ ആചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇവിടെയാണ് നമ്മ എന്ത് ചെയ്തിരിക്കുന്നത്? പരിശുദ്ധ ആത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മൾ പ്രസംഗിച്ചും കേട്ടിട്ടുണ്ട്, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? നിത്യജീവൻ കിട്ടും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഫിക്സ്ഡ് ആണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു, അതായത് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വീണ്ടെടുപ്പ്. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് ഉറപ്പാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ശരിയാണ്, അത് ഉറപ്പാണ്. പക്ഷേ ഈ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുത്തെ ജീവിതകാലം കഴിഞ്ഞ് പിന്നെ യേശു ന്യായപ്രശ്നത്തിൽ വരുമ്പോൾ നമ്മെ ജഡ്ജ് ചെയ്ത് ഓക്കെ യു ക്യാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പറയുന്നത്. ഈ വീണ്ടെടുപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മിൽ പ്രവർത്തിച്ച് നമ്മെ സഹായിച്ച് നമ്മെ കൊണ്ടു നടന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ആ റിഡംഷനിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ആ ചില നാളുകൾ ഞാൻ ആയിരുന്ന സമയത്ത് എന്നെ ഗൈഡ് ചെയ്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് തന്നിരിക്കുന്നത്, നമുക്ക് പല കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ഫ്രൂട്ട്സുകളുണ്ട്, നമുക്ക് ഗിഫ്റ്റുകളുണ്ട്, നമുക്ക് പല കാര്യങ്ങളും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവൃത്തി നിൻ്റെ കൂടെ നിന്ന് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു പ്രവൃത്തിയാണ്. നിൻ്റെ കൂടെ നിന്ന് നിന്നെ ഗൈഡ് ചെയ്ത് കരം പിടിച്ച് ആലോചന പറഞ്ഞ് നിന്നെ നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനായിട്ട് എത്ര പേർ കൈകൾ ഉയർത്തി നന്ദി പറയും? ഹല്ലേലൂയ, സ്തോത്രം. ആ സ്നേഹം, ഇതാണ് മുദ്ര. ഇപ്പോഴേ നമ്മോട് കൂടെ നിന്ന് നമ്മെ നടത്തി കൊണ്ടുപോകുന്നതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഹല്ലേലൂയ. നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ദുഃഖിപ്പിക്കാതെ നമ്മൾ കൊണ്ടു നടന്നാൽ മതി. നമ്മുടെ ഹല്ലേലൂയ മുദ്ര അത് ഉറപ്പാണ്. നമ്മൾ വീണ്ടെടുപ്പ് നമുക്ക് ഉറപ്പാണ്. പക്ഷേ മുദ്ര കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിനെയും വേണ്ട, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും പിന്നെ ചിന്തിക്കുന്ന കാര്യമില്ല. ചിലർ പഠിപ്പിക്കുന്നു അതൊക്കെ ആദ്യത്തെ കാലത്തുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ അവസാനം വീണ്ടെടുപ്പ് പ്രാപിക്കുമെന്നും പറയുന്നുണ്ട്. ഐ ഡു നോട്ട് നോ, മേ ബി. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടത് ആ സമയം മുതലേ പരിശുദ്ധാത്മാവിനെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ ഗൈഡ് ചെയ്യണം, എന്നെ നടത്തണം, എൻ്റെ കരം പിടിക്കണം, എനിക്ക് ആവശ്യമുള്ളത് ഹല്ലേലൂയ നൽകി തരണം. കൃപകളാകട്ടെ, വരങ്ങളാകട്ടെ, ഫ്രൂട്ടാകട്ടെ എന്നിൽ ചൊരിയണം. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കൂടെ നിന്ന് വൻ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഈ ബേസ് കൊടുത്തിട്ടാണ് ഈ എഫേസ്യ സഭയോട് തുടർന്നുള്ള കാര്യങ്ങൾ ആര് സംസാരിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് സംസാരിക്കുന്നത്. അതാണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യമായിട്ട് പെട്ടെന്ന് വായിക്കാം. വായിച്ചാട്ടെ. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുമായുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. ഏതു നിമിത്തം? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതു നിമിത്തം അല്ലേ? ആ പരിശുദ്ധാത്മാവ് മുദ്രയിട്ട് കഴിഞ്ഞാൽ അത് നിമിത്തം എന്ത് സംഭവിച്ചു? അവിടെ പറഞ്ഞിരിക്കുന്നത്, അതു നിമിത്തം
ഞാനും നിങ്ങൾ കർത്താവായ യേശു വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. അപ്പോൾ ഇത് ഉണ്ടായപ്പോൾ പെട്ടെന്നങ്ങ് റിഡംഷൻ മാത്രമല്ല, ഇവിടെ ഈ പരിശുദ്ധാത്മാവ് മുദ്രയിട്ടതുകൊണ്ട് അവർ സ്നേഹത്തിൽ ഏറ്റവും വർദ്ധിച്ചു വരുന്ന ഒരു സഭയായിട്ട് മാറി. സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർക്കും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ളവൻ പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത ലെവലിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. പറയുകയാണ്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടപ്പോൾ നിങ്ങൾ എന്തുണ്ടായി? നിങ്ങൾ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ദൈവസ്നേഹത്തെ അല്ലെങ്കിൽ ആദ്യ സ്നേഹത്തെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. എങ്ങനെ, ഹൗ ക്യാൻ ഐ റിമെയിൻ ഇൻ ദ ഫസ്റ്റ് ലവ്? അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ യേശുക്രിസ്തുവിലൂടെ എനിക്ക് ലഭിച്ചത് എന്താണെന്നും, കാര്യം എഫേസ്യ സഭയ്ക്ക് ഇത് പറ്റിയതുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ കാണിച്ചു കൊടുത്തു. ഞാനും നിങ്ങളും അതുപോലുള്ള മിസ്റ്റേക്കുകളിലേക്ക് പോകരുത്. നമ്മൾ ഈ ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡ് ഈ ഒരു ചെറിയ ചർച്ചിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ യേശുവിനെ എന്നും സ്നേഹിക്കുന്ന ആദ്യ സ്നേഹം അതുപോലെ തന്നെ എന്നും നിലനിർത്തുന്ന ഒരു സഭയായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിനെ കീഴടങ്ങി ഏറ്റവും നല്ല രീതിയിൽ അത് അഡ്വൈസ് പ്രാപിച്ച് ബലത്തോടെ നടക്കേണ്ടത് അത്യാവശ്യമാണ്. ആ മുദ്ര എന്തെന്ന് മനസ്സിലാക്കിയിട്ട് നിഷ്കളങ്കതയോടെ വിശുദ്ധിയോടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആദ്യ സ്നേഹം നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ റൂട്ടീൻ ആക്ടിവിറ്റികൾ ഉണ്ടാകും. ഇൻ ഹിസ് പ്രസൻസ് ഉണ്ട്, പിന്നെ ഹൗസ് മീറ്റിംഗ് ഉണ്ട്, പിന്നെ നമ്മൾക്ക് ഔട്ടിംഗ് ഉണ്ട്, ഓവർസീസ് ഔട്ടിംഗ് ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആദ്യ സ്നേഹം ഉണ്ടോ ഇല്ലയോ? എല്ലാവരും ക്രിസ്തു എന്നതിൽ ഒന്നിച്ച് നിൽക്കുന്നുണ്ടോ? ആമേൻ. ക്രിസ്തുവിൻ്റെ സ്നേഹമാണോ നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്? എല്ലാവരും ചെക്ക് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാവരും ഒരുപോലെ ഒരുപോലെ വളർന്നു ഞാൻ പറയത്തില്ല. പക്ഷേ പരിശുദ്ധ ആത്മാവാണ് ഗൈഡ് ചെയ്യുന്നതെങ്കിൽ ആ ആദ്യ സ്നേഹത്തിൽ നമ്മെ നിലനിർത്താൻ കഴിയും. അപ്പോൾ മുദ്രയിട്ടിരിക്കുന്ന നമ്മൾ ലോകം മുഴുവനും നിങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്നിവിടെ പറയുന്നു, ഇടവിടാതെ സ്തോത്രം ചെയ്തു. വായിച്ചാട്ടെ താഴോട്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്. അപ്പം നിങ്ങൾ വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം കേട്ടോ. നിങ്ങളെ ഒരു അടുത്ത ലെവലിൽ കൊണ്ടുപോകും ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവോട് പറഞ്ഞാൽ മതി, ചോദിച്ചാൽ മതി, ജ്ഞാനം തരും. ഹല്ലേലൂയ. ഓരോരോ സിറ്റുവേഷൻസ് അല്ലേ, നമ്മളെല്ലാം റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ്. നമ്മളെല്ലാം എടുക്കുന്ന റെസ്പോൺസ് കർത്താവിനോട് ചോദിക്കുക, നമുക്ക് എന്ത് വേണം, എങ്ങനെ സഭ ഒന്നിച്ച് എങ്ങനെ മുന്നോട്ട് പോകാം, ഈ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡ് മലയാളം ഫെലോഷിപ്പിനെ എങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയും. ഹല്ലേലൂയ. എല്ലാവരും ചിന്തിക്കണം. ഹല്ലേലൂയ. ഓക്കെ, രാജാമണി ബ്രദർ പറയുകയാണ്, ഞാനിത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഈ ഒരു പുതിയ ചർച്ച കണ്ടെത്തി, എന്നാൽ ഇനി മുതൽ ഞാൻ അവിടേക്കാണ് പോകുന്നത്. നമ്മൾ അതിനുവേണ്ടി എന്താ പറയുക, ഉത്സാഹിക്കുന്നു, ട്രൈ ചെയ്യുന്നു. പക്ഷേ വരുന്നത് കൊണ്ട് ഒരു ഉദ്ദേശം വേണം. എന്താണ്? ഹല്ലേലൂയ. ഈ ചർച്ച് കർത്താവിനെ യേശുവിനെ ആദ്യ സ്നേഹത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു സഭയായിട്ട് നിൽക്കുവാൻ ഞാൻ റെസ്പോൺസിബിളാണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരും ശരിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം നിങ്ങൾ തമാശ, ഞാൻ ഓരോരുത്തരുടെയും പേര് സേവ് ചെയ്യുമ്പോൾ അവരെക്കുറിച്ച് കുറേ ഡിസ്ക്രിപ്ഷനും കൂടെ എഴുതും. കാരണം എനിക്ക് പെട്ടെന്ന് മറന്നു പോകുന്ന ഒരു സ്വഭാവമൊക്കെ ഉള്ളതുകൊണ്ട് ആരാണ് എന്നാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. നമ്മുടെ അനീഷ് ഹിമ, അവരുടെ പേര് സേവ് ചെയ്തെടുത്ത് ഞാൻ എവിടേക്കെങ്കിലും ബിസിനസ് കാർഡ് അയക്കുമ്പോഴും ഇതൊക്കെ പോകും. എന്താ പറയുമോ, അനീഷ് ഹിമ 2024 വാച്ച്നൈറ്റ് സർവീസ് വന്നേന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ മാറ്റാൻ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ, അതൊക്കെ മാറ്റി ഇപ്പം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത് ദൈവം നമ്മെ വലിയ അനീഷ് ബ്രദർ മറന്നു, ഞാൻ വാച്ചനായിട്ട് പറഞ്ഞു, ഞാൻ മറന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും ആക്കി വച്ചിരിക്കുന്നത്, ചെറിയ മക്കൾ ഇവിടെ ഉണ്ട്, ദൈവം ആക്കി വച്ചിരിക്കുന്നത് ഒരു കാര്യമുണ്ട്, എനിക്ക് നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടെ വിശുദ്ധിയോടും കൂടെ കർത്താവിനെ പിൻപറ്റണം. 1. 2, ക്രിസ്തുവിൻ്റെ ആദ്യ സ്നേഹത്തിൽ ഈ സഭ നിൽക്കണം. ആമേൻ.
ക്രിസ്തുവിൻ്റെ ആദ്യ സ്നേഹത്തിൽ അതിൽ നിന്ന് നമ്മെ മാറ്റിയെടുക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടാകാം. ബട്ട് ഐ എം റെസ്പോൺസിബിൾ. ബീയിങ് എ മെമ്പർ ഓഫ് ദിസ് ചർച്ച്, ഐ എം റെസ്പോൺസിബിൾ. ആ ചർച്ചിനെ കുറിച്ച് പറയുന്നത് 2 പേരുടെ പേര്, അലക്സാണ്ടർ ആൻഡ് ഹ്യൂമനയോസ്, അല്ലേ? 2 പേരുടെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് അവസാനം അവരെ ഞാൻ പിശാചിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. എനിവേ, ദാറ്റ് ഈസ്, ഐ ഡോണ്ട് നോ ഹൗ ക്രൂവൽ ദാറ്റ് ഈസ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നിരിക്കുന്നത്, വി ആർ ഓൾ റെസ്പോൺസിബിൾ, ഹല്ലേലൂയ, ടു ബ്രിങ് ദ ചർച്ച് ഇൻ ദ ഫസ്റ്റ് ലവ് ഓഫ് ക്രൈസ്റ്റ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, ഇടപെടുന്നത് എല്ലാം ആ സ്നേഹത്തിലായിരിക്കട്ടെ. കാരണം അവൻ്റെ മുന്നിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. അവൻ മാത്രം ദൈവം, അവൻ ആരാധ്യൻ, അവനാണ് എല്ലാം എല്ലാം. അതാണ് ദൈവത്തിൻ്റെ മർമ്മം. നമ്മെ വിളിച്ചിരിക്കുന്നത് എല്ലാം അവനിൽ ഒന്നു ചേർക്കേണ്ടതിന്. ആമേൻ. ഈ ചെറിയൊരു കൂട്ടമായിരിക്കുന്നത് ഞാനും നിങ്ങളും അതിൽ പരിശ്രമിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെ? ഇനി താഴോട്ട് വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ പ്രാർത്ഥന എവിടെ നിന്ന് തുടങ്ങിയത്? പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്ന ജനം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളർന്ന് ആഴങ്ങളിലേക്ക് പോവുകയാണ്. കാരണം എന്താണ്? അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാനാണ് നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടിരിക്കുന്നത്. പിന്നെ ദൈവത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നിങ്ങളെ ക്രിസ്തുവിൽ ഒന്നിപ്പിക്കാനാ. അവിടേക്ക് നമ്മളെ കൊണ്ടുപോവുക. അതിനെന്ത് വേണം? നമ്മളിട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര എന്ത് ചെയ്യണം? നമ്മെ ഗൈഡ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് വെളിപ്പാടുകൾ തരണം. നമുക്ക് എന്ത് വേണം? ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, എന്താണ്? ജ്ഞാനം തരണം, പരിജ്ഞാനം തരണം. പിന്നെ ആ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് എന്ത് വേണം? ശക്തിയുടെ, അവൻ്റെ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഇതൊക്കെ നമുക്ക് വേണമെന്ന് അപ്പോസ്തലനായിരുന്ന പൗലോസ് കാരാഗ്രഹത്തിലിരുന്ന് പ്രാർത്ഥിക്കുക. ആർക്ക് വേണ്ടി? ഈ ചർച്ചിന് വേണ്ടി. കാരണം ഈ ചർച്ച് തെറ്റിപ്പോകുമോ എന്ന് ഒരു ഭയം. എല്ലാം നല്ല കഴിവുകളുണ്ട്, അവരുടെ സ്നേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എങ്കിലും അവിടെ നിന്നതുകൊണ്ടായില്ല. നിങ്ങളിൽ മുദ്രയിട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നിങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം, നമ്മെ അടുത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പാടായി വരണം. അത് ക്രിസ്തുവിൻ്റെ സ്നേഹമായി വെളിപ്പെടണം. ക്രിസ്തു തരുന്നതായിട്ട് ആഴങ്ങൾ, ശക്തി, ഹല്ലേലൂയ, നമ്മിൽ വെളിപ്പെടണം. നമ്മൾ രുചിച്ചറിയണം. ആമേൻ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ ഫാസ്റ്റിംഗ് പ്രയറോട് കൂടെ ഹല്ലേലൂയ ദൈവം നമ്മോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ചർച്ചിന് ദൈവം എണ്ണത്തിൽ അങ്ങ് കുറേ വർദ്ധിച്ചു എന്നല്ല ഞാൻ ഈ പറയുന്നത്. ഈ ചർച്ചിനെ കുറിച്ച് ഹല്ലേലൂയ നിങ്ങളെ ഹല്ലേലൂയ ഈ ലാംപ് സ്റ്റാൻഡ് ഇവിടെ നിന്നും മാറ്റും എന്ന് പറഞ്ഞെടുത്ത് നമ്മോട് സംസാരിച്ചിരിക്കുന്നത് ഈ ലാംപ് സ്റ്റാൻഡ് കത്തിക്കും, സിംഗപ്പൂർ മുഴുവനും അതിൻ്റെ പ്രകാശം വരും എന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും എത്രമാത്രം അത് സീരിയസ് ആയിട്ട് എടുക്കണം. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ പ്രോഗ്രാമുകൾ ഒരുപാടുണ്ട്. നമ്മൾ ലെറ്റ് us not get tired. സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന മുഴുവനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ബന്ധപ്പെട്ടിട്ടായിരിക്കും. ചെയ്യുന്നത് മുഴുവനും ഹല്ലേലൂയ നമ്മൾ അധ്വാനിക്കുമ്പോഴും കഷ്ടപ്പെടുമ്പോഴും അത് സന്തോഷത്തോടെ ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മെ പിടിച്ചു നിർത്തുന്നത്. ഹല്ലേലൂയ. അതിലേക്ക് നമ്മൾ നയിക്കപ്പെടട്ടെ. ആ വെളിപ്പാട് എന്തെന്നും വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വായിച്ചോട്ടെ. അവന്റെ ബലത്തിന്റെ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ വിചാരിക്കും, ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു ആവശ്യം വന്നു, പെട്ടെന്ന് ഒരു അത്ഭുത ശക്തി വെളിപ്പെട്ടു. അതൊന്നല്ല. സഭയായിട്ട് വിളിച്ച പർപ്പസിൽ 2 കാര്യമുണ്ട്. അത്ഭുത ശക്തിക്ക് വെളിപ്പെടുക, ഒന്ന് നിഷ്കളങ്കരും, ഒന്ന് അതുപോലെ തന്നെ വിശുദ്ധരും ആയിത്തീരുവാൻ. എന്നിട്ട് പിന്നെ എന്താണ്? ഒരു മർമ്മം, ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അവിടേക്കാണ് കൊണ്ടുപോകുന്നത്. അതിലേക്കാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ആഴങ്ങൾ 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 വീണ്ടും നമ്മെ ഗ്രഹിപ്പിച്ച് അവർ അളവറ്റ വലിപ്പം എന്തെന്ന് അറിയാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടുത്തത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവം അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അപ്പൊ ഇത് കഴിഞ്ഞ് എന്ത് ചെയ്തു?
യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് പിതാവായ ദൈവം എന്തിനു വേണ്ടിയാ? ഒരു ഉദ്ദേശമുണ്ട്. എല്ലാം ഒന്നിച്ച് അവനിൽ ഒന്നാക്കണം. അത് ഒന്നാക്കാനായിട്ട് ഇപ്പോൾ എന്ത് ചെയ്തു? അവനെ മരിച്ചവരിൽ നിന്ന് അവനിൽ വ്യാപരിച്ച്, ആ ശക്തി അവനിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയാണ്, അല്ലേ? അവിടെ വലത്ത് ഭാഗത്ത് അടുത്ത വാക്യം 21. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം, എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പ്രിസണിൽ നിന്നാണ് എഴുതുന്നത്. നമ്മളതിൻ്റെ മുഖവുര വായിച്ച് നമുക്കറിയാൻ പറ്റും. വളരെ നല്ല റിച്ച് ആയിട്ടുള്ള ഭാവി അവർക്കുണ്ടെങ്കിലും അത് അറിയാൻ കഴിയാതെ ഇടുങ്ങിയ ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് ഈ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുന്നത്. ഇത്രയും വലിയ നന്മകൾ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടിയത് സംതൃപ്തിപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ മുന്നോട്ട് പോകുന്നത് നല്ലതാണ്, ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പ്രാപിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മെ ക്രിസ്തുവിൻ്റെ ആദ്യ സ്നേഹത്തിൽ പിടിച്ചു നിർത്തണം സഭയായിട്ട്. ദൈവം ആ 7 സഭകളിൽ ഇമ്മാനുവൽ സഭ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തു പറയുമായിരുന്നു നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ആ ആദ്യ സ്നേഹം വിട്ടുപോകാൻ. ബാക്കിയെല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്, ബാക്കിയെല്ലാം നല്ല പ്രീച്ചിങ് ഉണ്ട്, നല്ല ആരാധനയുണ്ട്, നല്ല വർഷിപ്പുണ്ട്, നല്ല സെറ്റപ്പുണ്ട്, നല്ല സൂം സർവീസ് ഒക്കെ പെർഫെക്റ്റാ. പക്ഷെ ക്രിസ്തുവിനോടുള്ള ആദ്യ സ്നേഹം എല്ലാം ഒരു റൂട്ടീനായിട്ട് പോവുക. നമ്മുടെ കാര്യമല്ല ഞാൻ പറഞ്ഞേ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെളിച്ചം പലയിടത്തേക്കും വ്യാപരിപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. സോ വി ആർ സോ താങ്ക്ഫുൾ ടു ഗോഡ്. പക്ഷേ അത് ഉള്ളപ്പോൾ തന്നെ നമ്മളിത് മനസ്സിലാക്കി, എൻ്റെ റോൾ എന്താണ്, ഇൻഡിവിജ്വലി എൻ്റെ റോൾ എന്താണ്, അതുപോലെ തന്നെ സഭയായിട്ട് ഞാൻ എങ്ങനെ നിൽക്കണം, ആ ആദ്യ സ്നേഹത്തിൽ നിൽക്കുവാനായിട്ട്. എന്തു പറഞ്ഞാലും ക്രിസ്തു, ഹല്ലേലൂയ, അല്ലേ? എന്ത് ചെയ്താലും ക്രിസ്തു. എന്താ കാരണം? ദൈവം അവനെ നമുക്ക് വെളിപ്പാട് തരുന്ന ദൈവം, അല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമുക്ക് ഉൾക്കാഴ്ച തരുന്ന ദൈവം എന്ത് ചെയ്തു? തൻ്റെ ശക്തി, ഹല്ലേലൂയ, ആ ശക്തി നമ്മൾ രുചിച്ചറിയണമെന്നാണ് പ്രാർത്ഥിച്ചത്. ആ ശക്തി തൻ്റെ ഓമന പുത്രനിൽ വ്യാപരിച്ച് അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച് ഇന്ന് സകല വാഴ്ചകൾക്കും അധികാരത്തിനും മേലെ അവനെ ഇരുത്തിയിരിക്കുന്നു. എന്തിനു വേണ്ടി? അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളവരും വിളിക്കപ്പെടുന്ന സകലത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും. ഇനി ഇരുത്തിയിട്ട് അടുത്ത വാക്യം, സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി. അവൻ സകലവും അവന്റെ കാൽ കീഴാക്കിയിട്ട് അവനെ എന്ത് ചെയ്തു? സകലത്തിനും അവനെ തലയാക്കി വെച്ചു. തലയാക്കി വെച്ച് എന്ത് ചെയ്തു? എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. സഭയ്ക്ക് നൽകിയിരിക്കുകയാണ് യേശുവിനെ. അപ്പോൾ ശരീരമാകുന്ന അവനെ തലയാക്കി വെച്ചിട്ട് സഭയ്ക്ക്, അല്ലേ, തലയാക്കി വെച്ചിട്ട് സഭയ്ക്ക് കൊടുത്തിരിക്കുക ഈ തലയെ, ഈ ശരീരത്തെ. എത്രമാത്രം നമ്മൾ മനസ്സിലാക്കണം ആ ഫസ്റ്റ് ലവ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ശരീരം ഈ തലയെ സ്നേഹിക്കാതെ നമ്മളാരെങ്കിലും ഈ തല സാരമില്ല എന്ന് വെച്ച് ഒന്ന് മാറ്റി നിർത്തിയാലോ? ഹല്ലേലൂയ. അതുപോലെ ആയിരിക്കണം സഭയും ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹം. അതില്ലാതെ ആക്ടിവിറ്റികൾ എന്തും നടന്നിട്ടും കാര്യമില്ല. ആദ്യ സ്നേഹം നമ്മിൽ വളരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ആ സ്നേഹം കൊണ്ടുവരട്ടെ. അത് നമ്മെ കൊണ്ടുവന്ന് നമ്മെ വഴി നടത്തി ഓരോ ചുവടുകളും അതിൽ നിർത്തി പഠിപ്പിച്ച് നമ്മെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മളെല്ലാവരും പഠിക്കേണ്ട ഒരു കാര്യമാണ്. എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധ ആത്മാവിന് സെൻസിറ്റീവായിട്ടിരിക്കണം. ഡു നോട്ട് ഗ്രീവ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്കറിയാം നമ്മുടെ സന്തോഷം കുറയും. പരിശുദ്ധാത്മാവ് വേണ്ടതുപോലെ ഇടപെടുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ, വിഷു എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ബട്ട് വി ക്യാൻ റിജോയ്സ്. സന്തോഷത്തോടെ ചെയ്യാൻ പറ്റും. അത് പരിശുദ്ധാത്മാവാണ് കൊണ്ടുവരുന്നത്. പക്ഷേ സന്തോഷം പോയാൽ നമ്മൾ ചിന്തിക്കണം, ഹല്ലേലൂയ,
ഓക്കെ, ഭാരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഇൻസിഡൻസ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സങ്കടം, പ്രയാസമുണ്ട്. എന്നാൽ അതിനെ സൂപ്പർസീഡ് ചെയ്യുന്ന ഒരു സ്വർഗീയ സമാധാനമുണ്ട്, ഒരു പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമുണ്ട്. ആ സന്തോഷം നമ്മെ ഭരിക്കണം. മാത്രമല്ല നമ്മൾ അല്പം ഒരു ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും, ഒരു ഡ്രൈനെസ് നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ആരാ കൊണ്ടുവരുന്നത്? ദൈവത്തിൻ്റെ ഒരു പക്ഷേ അടുത്തിരിക്കുന്ന ആൾ പോലും അറിയുണ്ടാവില്ല, ജിജി പോലും അറിയുണ്ടാവില്ല എൻ്റെ ഉള്ളിലുള്ള ഡ്രൈനെസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരുന്നതാ. നമ്മൾ എത്രമാത്രം പരിശുദ്ധാത്മാവിന് നന്ദി പറയണം. ഞാൻ നന്ദി പറയുക, കാരണം എന്നെ കൺട്രോൾ ചെയ്യുന്ന മുഴുവൻ പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി മുഴുവനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സ്തോത്രം. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തരും സന്തോഷത്തോടെയാണോ അല്ലെങ്കിൽ എന്നാണ്. സന്തോഷമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? നോ, കാരണം ഇത് ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നമ്മെ വഴി നടത്തും. വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവത്തിന്. അപ്പം ഒരു ഗ്യാപ്പ് അവിടെ ഫീൽ ചെയ്യും. മാത്രമല്ല നമുക്ക് അല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഡ്രൈനെസ്, എന്താകും, ഒരു വിചാരം, വറി, ഇതൊക്കെ വരും നമ്മുടെ ഉള്ളിൽ. അതേസമയം നമ്മൾ എല്ലാ കാര്യങ്ങളും ദൈവസ്ഥയിൽ വെച്ചുകൊണ്ട് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് നമ്മൾ അവനിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയി നോക്കിക്കേ. എന്ത് തന്നെ വന്നാലും എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. അവൻ നന്നായി ചെയ്യത്തുള്ളൂ. അവനാണ് എനിക്ക് വേണ്ടി നടത്തുന്നത്. അല്ലേ? ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ ഇന്നയോളം എന്നെ നടത്തി, അല്ലേ? ഇന്നയോളം എന്നെ നടത്തി എന്ന് പറയുന്ന, ഇത്രത്തോളം എന്നെ നടത്തിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി നാളേക്ക് വേണ്ടി ആരെങ്കിലും വിചാരപ്പെടുമോ? കാരണം നാളെ നടത്തുന്നത് അവനാ, ഞാനല്ല. എന്നെ ഇന്നയോളം എന്നെ നടത്തി എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ നാളെ അവൻ നടത്തും. ഹല്ലേലൂയ, അല്ലേ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ദൈവദാസൻ, അദ്ദേഹം കർത്താവിന് വേണ്ടി അധികം പ്രയോജനപ്പെടുന്നൊരു ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ മകൾ പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലെ വളരെയധികം അദ്ദേഹത്തിനെ ബാക്കപ്പ് ചെയ്ത നല്ല സിംഗറായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. വളരെ പ്രയാസം ഉണ്ടാകും. പെട്ടെന്നായിരുന്നു മാരേജൊക്കെ കഴിഞ്ഞ് കുടുംബിനിയായിരിക്കുന്ന ആ മകൾ. എന്നാലേ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പല ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വന്ന് അങ്ങനെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിലായിരുന്നു. എന്നാലേ അദ്ദേഹത്തോട് പലരും ചോദിച്ചു, വായി എങ്ങനെ, എന്തുകൊണ്ട്, എങ്ങനെ? സ്തോത്രം. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയുണ്ട്, എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്താണെന്ന്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എൻ്റെ കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട്. മതി, എനിക്കത് മതി. എനിക്ക് ചിലപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് കിട്ടത്തില്ല ഉത്തരം. പക്ഷേ എൻ്റെ കർത്താവിന് നന്നായിട്ട് അറിയാം. ഞാൻ നടക്കുന്നത്, ഞാൻ ഇരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എൻ്റെ കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട്. നമുക്ക് ആ ബോധ്യമാണ് ഏറ്റവും അധികം വേണ്ടത്. എന്ന പോലെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കരം പിടിച്ച് നടക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് ബിക്കം എ മെക്കാനിക്കൽ, വെറും ഗിയറുകളും അല്ലെങ്കിൽ ഒക്കെ പിടിപ്പിച്ച് ഓടിക്കുന്ന വെറും മെക്കാനിക്കലായിട്ട് മാറിപ്പോകും. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ആത്മാവിന് വിട്ടുകൊടുത്താട്ടെ. നമ്മുടെ പർപ്പസ് എന്താണ്? യേശുവിനോടുള്ള ഫസ്റ്റ് ലവിൽ നമ്മൾ നിൽക്കണം ആസ് എ ചർച്ച്. ആമേൻ, ഹല്ലേലൂയ. നമ്മെ അതിനായിട്ടാണ് അവൻ വിളിച്ചിരിക്കുന്നത്. എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ് പിതാവ്. ആരെ? ഹല്ലേലൂയ. ആദ്യം അവനെ ഈ ലോകത്തിൽ തന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തെ മുഴുവൻ സ്നേഹിച്ച് നമ്മെ രക്ഷിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് പിതാവ് തന്നു. ഇപ്പോൾ അവനിൽ തൻ്റെ ശക്തി വ്യാപരിച്ച് അവനെ ഹല്ലേലൂയ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച് സകല വാഴ്ചകൾക്കും അധികാരത്തിനും മേലെയാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? എല്ലാത്തിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ശരീരമാകുന്ന സഭയ്ക്ക് യേശുവിനെ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ യേശുവിനോടുള്ള ആഴമേറിയ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ആ ആദ്യ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ എങ്ങനെയെന്നറിയോ? പരിശുദ്ധാത്മാവ് ഫ്രീ ആയിട്ട്, നമുക്ക് വിരോധങ്ങളില്ല, വിദ്വേഷങ്ങളില്ല. നമുക്ക് ഹല്ലേലൂയ സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒരുമയോടെയും ഹല്ലേലൂയ താഴ്മയോടെയും നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ടും പോകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ഇപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ദൈവം നമ്മെ ഗൈഡ് ചെയ്യും. സഭയായിട്ട് ദൈവം നമ്മെ ഗൈഡ് ചെയ്യും. He know how to, the Holy Spirit know how to keep the church in first love towards Christ.
ആദ്യ സ്നേഹത്തിൽ സഭയെ എങ്ങനെ നയിക്കണമെന്ന് നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പറ്റത്തില്ല കേട്ടോ. എങ്ങനെ സഭയെ, എഫേസോസ് സഭയെ എങ്ങനെ ആ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിന് സാധ്യമാകത്തുള്ളൂ. എനിക്ക് എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം പറ്റത്തില്ല. As a church, what do we need to do? ഹല്ലേലൂയ. ദൈവ സ്നേഹം, ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് കൊണ്ടുവരുന്ന ആ സ്നേഹത്തിൽ തന്നെ നമ്മൾ ആയിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 5:5 എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. ഐ ഹോപ്പ്, വി ഓൾ ഹോപ്പ്. എന്താണ് കാര്യം? പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം ഈ പരിശുദ്ധാത്മാവിനാലാണ് പകരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒബേ ദ ഹോളി സ്പിരിറ്റ്. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മിൽ തന്നിരിക്കുന്ന ദൈവത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമ്മെ പൂർണ്ണമായിട്ടും ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ ആസ് എ ചർച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പൂർണ്ണമായിട്ടും ഏൽപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം, എന്താണ്, നല്ല ഡോക്ട്രിൻ ഉണ്ടാകാം, അത് എന്ത് ചെയ്യും? ചർച്ചിനെ ബിൽഡ് ചെയ്യും. അതുപോലെ തന്നെ നല്ല ഡിസിപ്ലിൻ ചർച്ചിനെ സ്ട്രെങ്തൻ ചെയ്യും. നമ്മൾ ആലോചിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഹല്ലേലൂയ, എന്താണ്? ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സ്നേഹം കാണത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടിയത് ക്രിസ്തു നമ്മുടെ ചർച്ചിൽ വേണം. ഹല്ലേലൂയ. നമുക്ക് ഡിസിപ്ലിൻ വേണം, നമുക്ക് ഈ പറഞ്ഞ ഡോക്ട്രിൻ വേണം, എല്ലാം വേണം. പക്ഷേ ക്രിസ്തു ഉണ്ടെങ്കിൽ മാത്രമേ ഈ ആദ്യ സ്നേഹത്തിൽ നമ്മെ നിർത്താൻ പറ്റത്തുള്ളൂ. നമ്മുടെ തലയായിരിക്കുന്ന ക്രിസ്തു, അത് എങ്ങനെ വേണം? ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ്. സ്തോത്രം. അത് ഇൻഡിവിജ്വലിയും വേണം, അതുപോലെ തന്നെ കോർപ്പറേറ്റ് ലെവലിൽ സഭയായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വേണം? നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാവരും തന്നെ ഒരുപോലെ, ഹല്ലേലൂയ, ബേണിങ് അഫെക്ഷനാണ് ഫസ്റ്റ് ലവ് എന്ന് പറയുമ്പോൾ ദൈവത്തോട്. ഒരു സാധാരണ സ്നേഹമല്ല, ഒരു ബേണിങ് അഫെക്ഷൻ യേശുവിനോട്. അത് എല്ലാവരിലും ഒരുപോലെ. അത് ഒരു ആഗ്രഹം മാത്രമല്ല, ഇറ്റ് കംസ് ത്രൂ ഒബീഡിയൻസ്. നമ്മൾ അനുസരണത്തിലൂടെയാണ് ആ സ്തോത്രം എന്ത് വരുന്നത്? ആ ബേണിങ് അഫെക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ അവൻ്റെ അനുഗ്രഹങ്ങളെക്കാളും അവൻ്റെ സാന്നിധ്യം നമ്മൾ ആഗ്രഹിക്കണം. അഫെക്ഷൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സാന്നിധ്യത്തിനാണ്. അവൻ തരുന്ന അനുഗ്രഹങ്ങളെക്കാൾ എത്ര പേരുണ്ട്? അവൻ തരുന്ന ബ്ലെസ്സിങ്ങിനേക്കാൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് എന്താണ്? അവൻ്റെ സാന്നിധ്യത്തിനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഈ ബേണിങ് അഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഒരുപാട് ഹൃദയം അങ്ങ് സോഫ്റ്റ് ആവും. ബേൺ ആവുന്നല്ലോ, അഫെക്ഷൻ ബേൺ ആകുന്നതുകൊണ്ട് നമ്മൾ സോഫ്റ്റ് ആവും. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അതായത് ചിലരെ കാണുമ്പോൾ അവർ ഭയങ്കര സൈലൻ്റായി വർത്താനം. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ക്രിസ്ത്യാനി ആയ സമയത്ത് അപ്പോൾ എൻ്റെ പേടി ഇതുപോലെയൊക്കെ ഞാൻ ആയിത്തീരുമോ? വളരെ സൗമ്യമായിട്ട് കണ്ട നല്ല ജെൻറ്റിൽമാനാണ്, വലിയ ഓഫീസറൊക്കെയാണ്, അപ്പോൾ വളരെ. പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാനും അങ്ങനെ ആയാലേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മെ മാറ്റിയെടുക്കുന്നൊരു ദൈവം. നമുക്ക് ഒരു പാട്ട് പാടി നമുക്ക് ദൈവത്തെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് ആ സഭയായിട്ട് ഹല്ലേലൂയ ആ ഫസ്റ്റ് ലവ് കീപ്പ് ചെയ്യണം. അതിന് എൻ്റെ റോൾ അതാണ്. എനിക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട്, ഞാൻ തന്നിരിക്കുന്ന ആ മിനിസ്ട്രികൾ വെച്ചുകൊണ്ട്, തന്നിരിക്കുന്ന റെസ്പോൺസിബിലിറ്റികൾ വെച്ചുകൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ലവ് സഭയുടെ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ നമുക്ക് ആ ഫസ്റ്റ് ലവിൽ ഹല്ലേലൂയ ഇമ്മാനുവൽ അസംബ്ലി ഓഫ് ഗോഡ് മലയാളം ഫെലോഷിപ്പിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അത് പോരാ എന്ന് ദൈവത്തിന് തോന്നിയാൽ വി ആർ ഇൻ ട്രബിൾ. നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ ഒരു വരികൾ മാത്രം പാടി, ചില വരികൾ മാത്രം പാടി നമുക്ക് കർത്താവിൽ ഹല്ലേലൂയ നമ്മെ തന്നെ ഉറപ്പിക്കാം. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ആമേൻ. ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, ആമേൻ. സ്നേഹത്തിലൂടെയെല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ ദിവ്യ തേജസ. ആമേൻ. എല്ലാവരും ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടിയാട്ടെ. ആമേൻ. പകരണമേ
ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കു. ഓ, എല്ലാവരും കണ്ടാട്ടെ, ആ ഉൾക്കണ്ണു കൊണ്ട് കണ്ടാട്ടെ. അവന്റെ നാമം മാത്രം ഉയരണം, അവന്റെ മഹത്വം മാത്രം കാണണം. ഞാനോ ചെറുതാകണം, അവനോ വളരണമെന്ന് എല്ലാവരും പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പ്രിയനേ തിരുനാമമുയർന്നിടട്ടെ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മനൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ. ആഗ്രഹിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. നമ്മെ ആത്മാവ് ആ ആഴത്തിലേക്ക് കൊണ്ടുപോകട്ടെ. ആ ശക്തിയുടെ മഹത്വം കാണുവാൻ നമ്മെ സഹായിക്കട്ടെ. നിത്യവും പ്രകാശിപ്പാൻ. ഓ നായക കർത്താവേ, എന്നെ നിറയ്ക്കണമേ അപ്പാ. ആ ശക്തിയാല്, ആ സ്നേഹത്താല് അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ പിൻപറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അപ്പാ സ്തോത്രം, എന്നെ മാറ്റണമേ. ദാനങ്ങൾ പകരണമേ. അങ്ങേ മഹത്വത്തിനാൽ. ഒരിക്കൽ കൂടെ സ്നേഹത്തിലൂടെ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവ സ്നേഹത്തിൽ തന്നെയെല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ. ദിവ്യ തേജസാൽ എന്നെ നിറയ്ക്കണമേ. ആമേൻ. എന്നിൽ നിൻ ഹല്ലേലൂയ. സ്വഭാവം പകരണമേ. ദിവ്യ തേജസാൽ എന്നെ ജെയിംസ് ബ്രദർ നിറയ്ക്കണമേ. കേട്ട വചനത്തെക്കുറിച്ച് സ്തോത്രം ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചതിന് ശേഷം തുടർന്ന് കണ്ടിന്യൂ ചെയ്താട്ടെ. സ്തോത്രം. നമുക്ക് കേട്ട വചനത്തെ ഓർത്ത് ഒന്ന് ധ്യാനിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ